Hi മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem Learning. It's me, Bahauddin. So guys, ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വില്ലിലെ ജേർണൽ എൻട്രീസ് ആണ്. ഐ നോ ഒരുപാട് കുട്ടികൾ ചോദിച്ചൊരു കാര്യമാണ്, സാർ ഗുഡ്വില്ലിനെ ജേർണൽ എൻട്രി ഒന്ന് പറഞ്ഞുതരാം, എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വില്ലിനെ ജേർണൽ എൻട്രി ചെയ്തത്? എക്സാമിനേഷൻ എന്തായാലും ചോദിക്കുമല്ലോ. മക്കളെ ശ്രദ്ധിച്ച് കേട്ടോ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഈ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ. 6 മാർക്കിന് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഓണപരീക്ഷയ്ക്ക് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സെറ്റ് അല്ലേ? എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിമ്പിൾ ആൻഡ് ഹംബ്ലി ഒരു ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചു. A and B are partners in a firm sharing profit and losses in the ratio of 5:3. മക്കളെ, ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാടാ? A and B ആണ് പാർട്ട്നേഴ്സ് അല്ലേ? അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാ? റേഷ്യോ 5:3 ആണ്. സെറ്റ് അല്ലേ? ബാക്കി നോക്കാം. സി ഈസ് അഡ്മിറ്റഡ് ആസ് എ ന്യൂ പാർട്ട്ണർ ഫോർ 1/4 ഷെയർ ഇൻ പ്രോഫിറ്റ്. മക്കളെ, പുതിയ പാർട്ട്ണറുടെ പേരെന്താ? സി. സിന്റെ പ്രോഫിറ്റ് എത്ര? 1/4 ഷെയർ ആണ്. ആര് പ്രോഫിറ്റ്? സിന്റെ പ്രോഫിറ്റ്. ബാക്കി നോക്കാം. ഹി ഷുഡ് ബ്രിങ് ഇൻ ₹75,000 ആസ് ക്യാപിറ്റൽ ആൻഡ് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ₹40,000. അതായത് ഇയാൾ കൊണ്ടുവരേണ്ട ക്യാപിറ്റൽ എത്രയാ മക്കളെ? ₹75,000 ആണ്. ആര് കൊണ്ടുവരേണ്ട ക്യാപിറ്റൽ? നമ്മുടെ സിയുടെ ക്യാപിറ്റൽ ആണല്ലോ. എങ്കിൽ സി കൊണ്ടുവരേണ്ട ഗുഡ്വിൽ എത്രയാ? 40,000. സെറ്റാണേ? എങ്കിൽ എന്നാ പിടിച്ചോ. നെക്സ്റ്റ്, ഗീവ് നെസസറി ജേർണൽ എൻട്രീസ്. ഇതാണ് നമുക്കിടെ ചോദ്യം അല്ലേ? എങ്കിൽ എങ്ങനെയാ മക്കളെ റെക്കോർഡ് ചെയ്യേണ്ടത്? ആദ്യം മനസ്സിലാക്കി വെക്കുക. പുതുതായി ഒരു പാർട്ട്ണർ ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ? ഇയാൾ ബിസിനസ്സിലേക്ക് ആദ്യം അഡ്മിറ്റ് ചെയ്യണ്ടേ? ശ്രദ്ധിച്ചു കേൾക്കണേ. പുതുതായിട്ട് ഒരു പാർട്ട്ണർ ബിസിനസ്സിലേക്ക് വരാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? ഇയാളെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്ത് മാറ്റി കാണിക്കണം. അതായത് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയാവോ? ഇയാൾ പുതിയ പാർട്ട്ണർ സി ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് സി എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? ക്യാപിറ്റലും കൊണ്ടുവന്നിട്ടുണ്ട്, അതേസമയം ഗുഡ്വില്ലും കൊണ്ടുവന്നിട്ടുണ്ട് ആണല്ലോ. സോ ഈ ക്യാപിറ്റലും ഗുഡ്വില്ലും കൊണ്ടുവന്ന ജേർണൽ എൻട്രിയാണ് ആദ്യം റെക്കോർഡ് ചെയ്യേണ്ടത്. മനസ്സിലായോ? എങ്ങനെ? നിങ്ങൾ ചിന്തിക്കാം. പുതുതായിട്ട് ഒരു പാർട്ട്ണർ ബിസിനസ്സിലേക്ക് വരുന്നു അല്ലേ? സോ വരുന്ന സമയത്ത് അയാളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? ഒരു കയ്യിൽ ക്യാപിറ്റലും മറു കയ്യിൽ ഗുഡ്വില്ലുമായിട്ടാണ് വരുന്നത് അല്ലേ? സോ ഈ സാധനം ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യുന്ന എൻട്രി ചെയ്തണ്ടേ. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഫസ്റ്റ് ചെയ്തേണ്ടത്. മനസ്സിലായോ? എങ്ങനെ റെക്കോർഡ് ചെയ്യും? ശ്രദ്ധിച്ചു കേട്ടോ. ഗുഡ്വില്ല് എഴുതണം, ജേർണൽ എൻട്രി എഴുതുന്ന സമയത്ത് നമുക്ക് എന്തുണ്ട് മക്കളെ? ഒരു ചെറിയൊരു സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള എന്തുണ്ട്? ഒരു റൂൾ ഉണ്ട്. +1 പഠിച്ച റൂൾ എന്താ? അസറ്റ്, എക്സ്പെൻസസ്, ഈ 2 ഐറ്റവും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? അതേപോലെ തന്നെ LIC. ആരാ മക്കളെ LIC? ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ ആണല്ലോ. ക്യാപിറ്റൽ ആരൊക്കെയാണ്? ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ. ശ്രദ്ധിച്ചു കേട്ടോ. ഇവ മൂന്നും ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യും. ഇതാണ് നമുക്കടെ റൂള്. പറഞ്ഞ കാര്യം ക്ലിയർ? എല്ലാവർക്കും സെറ്റാണ്. ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടെ നമ്മുടെ ബിസിനസ്സിലേക്ക് പുതുതായിട്ട് വരുന്ന പാർട്ട്ണർ സി ആണ്. സി എന്ത് കൊണ്ടുവരുന്നു? ക്യാപിറ്റലും കൊണ്ടുവരുന്നു, ഗുഡ്വില്ലും കൊണ്ടുവരുന്നു. അപ്പൊ എന്താ സംഭവിച്ചത്? ഇവർ പൈസ ആയിട്ടല്ലേ ബിസിനസ്സിലേക്ക് വന്നത്. അപ്പൊ ബിസിനസ്സിൽ എന്ത് കൂടും മക്കളെ? ക്യാഷ് കൂടും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്. സോ അസറ്റ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഡെബിറ്റ് ചെയ്തിരിക്കണം. ഇത് മനസ്സിലായോ? ഓക്കെ. അതേസമയം എന്താണ്? ഇയാൾ ബിസിനസ്സിലേക്ക്, സി എന്ന് പറഞ്ഞ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ആണ് കൊണ്ടുവരുന്നത്. സോ ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ ഫേമിന് ക്യാപിറ്റൽ കൂടും. ക്യാപിറ്റൽ കൂടിയാൽ എന്ത് ചെയ്തിരിക്കണം? ക്രെഡിറ്റ് ചെയ്തിരിക്കണം. സോ ഹിയർ ഇവിടെ ഒന്നാമത്തെ ജേർണൽ എൻട്രി എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ. ദ എൻട്രി വിൽ ബി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സീസ് ക്യാപിറ്റൽ ടു പ്രീമിയം. ഇതാണ് ഫസ്റ്റത്തെ ജേർണൽ എൻട്രി. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സീസ് ക്യാപിറ്റൽ ടു പ്രീമിയം. വൈ ദിസ് എൻട്രി? എന്നാ പിടിച്ചോ, നരേഷൻ പിടിച്ചോ. ബീയിങ് ഓക്കെ, ന്യൂ പാർട്ട്ണർ ഇൻട്രൊഡ്യൂസ്ഡ്, amount of goodwill and capital, ജിൽജിലാക്കി റെക്കോർഡ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് എൻട്രി. ഇത് മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഈ ഒരു എൻട്രി വന്നത്? ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു, സി എന്ന് പറഞ്ഞ പാർട്ട്ണർ പുതുതായിട്ട് ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്തു. എന്ത് കൊണ്ടുവന്നു? ക്യാഷ് ആയിട്ടാണ് ക്യാപിറ്റലും പ്രീമിയം കൊണ്ടുവന്നിട്ടുള്ളത് ആണല്ലോ. സോ ബിസിനസ്സിലെ ക്യാഷ് കൂടി. നമുക്കറിയാം മക്കളെ, ബിസിനസ്സിലെ ക്യാഷ് കൂടിയാൽ ബിസിനസ്സിലെ ക്യാഷിൻ്റെ മക്കളെ കൂടി. സോ ബിസിനസ്സിലെ ക്യാഷ് കൂടിയാൽ ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം മക്കളെ? ക്യാഷ് നമ്മൾ ഡെബിറ്റ് ചെയ്തിരിക്കണം. സോ നമ്മൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു അല്ലേ? അതേസമയം നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞതാണ്, ഇയാളെ ബിസിനസ്സിലെ ക്യാപിറ്റൽ അല്ലേ കൊണ്ടുവന്നത്. സോ ബിസിനസ്സിൽ എന്ത് കൂടി? ക്യാപിറ്റൽ കൂടി. ഒന്ന് സിമ്പിൾ ആക്കി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബിസിനസ്സിലെ ക്യാപിറ്റൽ കൂടിയാൽ നമ്മൾ എന്താ ചെയ്യുക? ക്യാപിറ്റലിനെ
ക്രെഡിറ്റ് ചെയ്യണം. ഇതേ നമ്മൾ റൂള് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ക്യാപിറ്റൽ കൂടിയാൽ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ക്രെഡിറ്റ് ചെയ്തിരിക്കണം. സോ നമ്മൾ എന്ത് ചെയ്തു മക്കളെ, ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തു. കൂടാതെ ക്യാപിറ്റൽ മാത്രമായിട്ടാണ് വന്നിട്ടുള്ളത്, അല്ല പ്രീമിയം കൂടിയാണ് വന്നിട്ടുള്ളത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ പ്രീമിയത്തിനെ മക്കളെ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യുന്നു. പറഞ്ഞ കാര്യം ക്ലിയർ? എല്ലാവർക്കും ഓക്കെ ആണ്, എല്ലാവർക്കും സെറ്റ് ആണ്. സോ നമ്മൾ ആരൊക്കെ ക്രെഡിറ്റ് ചെയ്യുന്നു മക്കളെ, ക്യാപിറ്റലിനെയും ക്രെഡിറ്റ് ചെയ്തു, പ്രീമിയത്തിനെയും ക്രെഡിറ്റ് ചെയ്തു. ഇത് മനസ്സിലായോ മക്കൾസ്? ഇത് മനസ്സിലായോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഫസ്റ്റ് എൻട്രി ക്ലിയർ ആണോ? ഓക്കെ, ഫസ്റ്റ് എൻട്രി ക്ലിയർ ആണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, നമ്മൾ +1 അക്കൗണ്ടൻസിയിൽ ഫസ്റ്റ് പഠിച്ച ജേർണൽ എന്താ, കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഫസ്റ്റ് പഠിച്ച ജേർണൽ എന്താ, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ആ ട്രാൻസാക്ഷൻ. എന്താ ജേർണൽ എൻട്രി, ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ. ഇവിടെയും സെയിം എൻട്രിയാ. ഓക്കെ, ഇവിടെയും സെയിം എൻട്രിയാ. ഏതാ, ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ. ഇവിടെ ക്യാപിറ്റൽ മാത്രമല്ല കൊണ്ടുവരുന്നത്, പകരം എന്തും കൂടി കൊണ്ടുവരുന്നുണ്ട്, പ്രീമിയം കൂടെ കൊണ്ടുവരുന്നുണ്ട്. സോ ദ എൻട്രി വിൽ ബി ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ ടു പ്രീമിയം. ഇങ്ങനെയാണ് എൻട്രി വരാം. ഇത് പറഞ്ഞ കാര്യം ഫസ്റ്റത്തെ എൻട്രി ക്ലിയർ ആണോ? ഫസ്റ്റത്തെ എൻട്രി എല്ലാവർക്കും ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ഇനി രണ്ടാമത്തത് ശ്രദ്ധിച്ചു കേൾക്കുക. ഈ കൊണ്ടുവന്ന പ്രീമിയം നമ്മൾ ആർക്ക് വീതിച്ചു കൊടുക്കേണ്ടതാ മക്കളെ, ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കാനുള്ളതാണ്. ആർക്കാണ്? ഓൾഡ് പാർട്ട്നേഴ്സിന്. നിങ്ങൾ സിമ്പിൾ ആക്കി ഒന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങളാണ് ഓൾഡ് പാർട്ട്ണർ, ഞാൻ പുതിയ പാർട്ട്ണർ. ആലോചിച്ചേ, നിങ്ങളാണ് ഓൾഡ് പാർട്ട്ണർ. ഓക്കെ, ഞാൻ പുതിയ പാർട്ട്ണർ. അപ്പോ മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ക്യാഷ് കൊണ്ടുവന്നു. ഓക്കെ, എന്ത് കൊണ്ടുവന്നു? ക്യാഷ് കൊണ്ടുവന്നു. എങ്ങനെ? പ്രീമിയം ആയിട്ട് അല്ലെങ്കിൽ ഗുഡ്വിൽ ആയിട്ട് അല്ലേ? ഇത് ആർക്ക് തരാനുള്ള? നിങ്ങൾക്ക് തരാനുള്ളതാണ്. വിച്ച് മീൻസ് യു ആർ ദി ഓൾഡ് പാർട്ട്ണർ ആൻഡ് ഞാൻ നിങ്ങൾക്ക് എന്ത് തന്നിരിക്കണം? ഗുഡ്വിൽ തന്നിരിക്കണം. ആണല്ലോ. സോ ഞാൻ നിങ്ങൾക്ക് ഗുഡ്വിൽ തന്നു എന്ന് വിചാരിച്ചില്ലേ? ഇനി പറ, നിങ്ങളെ അക്കൗണ്ടിലെ പൈസ കൂടോ കുറയോ? വേഗം പറ, ജിൽജില്ലാക്കി പറ. നിങ്ങളെ അക്കൗണ്ടിലെ പൈസ കൂടോ കുറയോ? എക്സാക്ട്ലി കൂടും. എന്താ, ഞാൻ ആ പുതിയ പാർട്ട്ണർ, ഞാൻ പ്രീമിയം കൊണ്ടുവരുന്നു, അത് നിങ്ങൾക്ക് വീതിച്ചു തരുന്നു. എന്താ സംഭവിക്കുക? നിങ്ങളെ അക്കൗണ്ടിലെ പൈസ കൂടും അല്ലേ? അതായത് ഇവിടെ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ബാലൻസ് കൂടും. ഉറപ്പാണോ? സിമ്പിൾ അല്ലേ? ഓക്കെ, എന്നാ ശ്രദ്ധിച്ചോ, ക്യാപിറ്റൽ ബാലൻസ് കൂടെ ക്യാപിറ്റൽ എന്ത് ചെയ്തിരിക്കണം? ക്രെഡിറ്റ് ചെയ്തിരിക്കണം. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇവിടെ ആരൊക്കെ ഓൾഡ് പാർട്ട്നേഴ്സ്? എയും ബിയും ആണ് ഓൾഡ് പാർട്ട്നേഴ്സ്. സോ ഹിയർ ദ എൻട്രി വിൽ ബി, ശ്രദ്ധിച്ച് കേട്ടോ മക്കളെ, രണ്ടാമത്തെ എൻട്രി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ. ഓക്കെ, രണ്ടാമത്തെ എൻട്രി എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ. ഓക്കെ, പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ ടു എസ് ക്യാപിറ്റൽ. ഓക്കെ, അതേപോലെ തന്നെ ടു ബീസ് ക്യാപിറ്റൽ. ഓക്കെ, ടു എസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ. ഇത് പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇത് പറഞ്ഞ കാര്യം ഓക്കെ ആണോ? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു എൻട്രി വന്നത്? കൊണ്ടുവന്ന പ്രീമിയത്തിനെ ആർക്ക് വീതിച്ചു കൊടുത്തു? ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുത്തു. സോ ഇവിടെ എന്ത് സംഭവിക്കുന്നു? പ്രീമിയത്തിന് വാല്യൂ കുറയുന്നു. സോ പ്രീമിയത്തിന് വാല്യൂ കുറയുമ്പോൾ പ്രീമിയത്തിന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം മക്കളെ? ഡെബിറ്റ് ചെയ്തിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ? എന്ത് ചെയ്തിരിക്കണം? ഡെബിറ്റ് ചെയ്തിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്നാൽ നേരെ മറിച്ച് ഈ പ്രീമിയം ആർക്കാ കൊടുക്കുന്നത്? ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുത്തു. സോ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ കേസിലേക്ക് നോക്കിയാൽ അവരുടെ ക്യാപിറ്റൽ ബാലൻസ് കൂടി, അവരുടെ അക്കൗണ്ടിലെ പണം കൂടി. സെറ്റ് അല്ലേ? സോ ക്യാപിറ്റൽ ബാലൻസ് കൂടിയാൽ ക്യാപിറ്റലിനെ എന്ത് ചെയ്തിരിക്കണം മക്കളെ? വി ഹാവ് ടു ക്രെഡിറ്റ് ഇറ്റ്. നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കണം. ഈസ് ആർ ക്ലിയർ? സെറ്റ് അല്ലേ? സോ ഹിയർ ദ എൻട്രി വിൽ ബി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ ടു എസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ. ഈസ് ആർ ക്ലിയർ? പെർഫെക്റ്റ്ലി ഓൾറെഡി. മനസ്സിലായോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? അടുത്തത് എത്രയാണ് എമൗണ്ട് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് 40,000 ഗുഡ്വിൽ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ? സോ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള പ്രീമിയത്തിന് എമൗണ്ട് 40,000 റുപ്പീസ് ആണ്. അതായത് 40,000 രൂപയാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ള മക്കളെ? പ്രീമിയം കൊണ്ടുവന്നിട്ടുള്ളത്. പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓക്കെ ആണ്? പറഞ്ഞ കാര്യം സെറ്റാണ്. 40,000 മക്കൾ എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? പ്രീമിയം കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ? സിമ്പിൾ ആൻഡ് ഹംബിളി. ഇതെങ്ങനെ വീതിച്ചു കൊടുക്കും? ശ്രദ്ധിച്ച് കേൾക്കാം. പ്രീമിയത്തിനെ നമ്മൾ വീതിച്ചു കൊടുക്കേണ്ടത് സാക്രിഫൈസിങ് റേഷ്യോയിലാണ്. സോ ഈ ക്വസ്റ്റ്യൻ സാക്രിഫൈസിങ് റേഷ്യോ എത്ര? ഇൻ ദിസ് കേസ് ഈ ചോദ്യത്തിൽ ഓൾഡ് റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും സെയിം ആണ്. എങ്ങനെ? ഈ ഒരു ചോദ്യത്തിൽ ഓൾഡ് റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും സെയിം ആണ്. പറഞ്ഞ കാര്യം ഓൾ സെറ്റ്. എല്ലാവർക്കും ക്ലിയർ ആണ്? എങ്കിൽ മക്കളെ ജിൽജിലാക്കി പറഞ്ഞേ 40,000 ഇൻറ്റു, അതായത് 40,000. മക്കളെ ശ്രദ്ധിച്ച് കേട്ടോ 40,000 ഇൻറ്റു 5/8 അല്ലേ? 5:3 അല്ലേ റേഷ്യോ? അപ്പൊ എത്ര കിട്ടി? 5/8, അതായത് 25,000. അതായത് എക്ക് എത്ര ഉണ്ടാവും? 25,000 റുപ്പീസ് എക്കും 15,000 റുപ്പീസ് ബിക്കുമായിരിക്കും ഉണ്ടാവുക. ഇത് മനസ്സിലായോ? ഇതെല്ലാവർക്കും ഓക്കെ ആണോ? ഇതാണ് പ്രീമിയം വീതിച്ചു കൊടുക്കുമ്പോഴുള്ള ജേർണൽ എൻട്രി. ഓക്കെ, ഇനി എന്താ നരേഷൻ വരാ? ബീയിങ് പ്രീമിയം ഓർ ഗുഡ്വിൽ രണ്ടും വിളിക്കാം കേട്ടോ. പ്രീമിയം ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. സെറ്റ്. ക്ലിയർ? ഇത് മനസ്സിലായോ?
എൻട്രി മനസ്സിലായോ? ശ്രദ്ധിച്ച് കേട്ടെ, ഒന്നും കൂടി കേട്ടെ. ഫേമിലേക്ക് പുതുതായിട്ട് പാർട്ണർ ക്യാപിറ്റലും കൊണ്ടുവന്നു, പ്രീമിയം കൊണ്ടുവന്നു. എന്ത് വെച്ചു? ബിസിനസ്സിലെ ക്യാഷ് കൂടി. ഓക്കെ അല്ലേ? ഫേമിലെ ക്യാഷ് കൂടി. സോ ക്യാഷ് നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ക്യാഷ് അസറ്റാണ്. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അതേസമയം സി എന്ത് കൊണ്ടുവന്നു? ക്യാപിറ്റൽ കൊണ്ടുവന്നു, പ്രീമിയം കൊണ്ടുവന്നു അല്ലേ? സോ സിയുടെ ബിസിനസ്സിലെ ക്യാപിറ്റലും കൂടി, ബിസിനസ്സിലുള്ള പ്രീമിയവും കൂടി. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ക്യാപിറ്റൽ കൂടിയാൽ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം മക്കളെ? ക്രെഡിറ്റ് ചെയ്തിരിക്കണം. സോ നമ്മൾ എന്ത് ചെയ്തു? ക്യാപിറ്റലിനെയും പ്രീമിയത്തിനെയും ക്രെഡിറ്റ് ചെയ്തു. ഇത് പറഞ്ഞ കാര്യം മനസ്സിലായോ മക്കളെ? എല്ലാവർക്കും ഓക്കെ അല്ലേ മക്കൾ? എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സെറ്റ്. എങ്ങനെ? എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നത് മക്കളെ. എങ്കിൽ രണ്ടാമത്തത് നെക്സ്റ്റ് വൺ ഇവിടെ എന്താ റെക്കോർഡ് ചെയ്യാനുള്ളത്? ഇവിടെ കൊണ്ടുവന്ന പ്രീമിയത്തിന് നമ്മൾ ആർക്ക് വിരിച്ചു കൊടുക്കാനുള്ളത് മക്കളെ? നമ്മൾ ഇവിടെ അതിനെ ആർക്ക് വിരിച്ചു കൊടുത്തിരിക്കണം? വി ഹാവ് ടു ഡിസ്ട്രിബ്യൂട്ട് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ സാക്രിഫൈസിങ് റേഷ്യോ. ഓക്കെ അല്ലേ? ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് റേഷ്യോയിൽ മക്കളെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നതിനെ? വീതിച്ചു കൊടുത്തിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഈ ക്വസ്റ്റ്യനിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാടാ? എയും ബിയും ആടാ ഓൾഡ് പാർട്ട്നേഴ്സ്. സാക്രിഫൈസിങ് റേഷ്യോ എത്രയാടാ? ഈ ചോദ്യത്തിൽ 5:3 തന്നെയാണ് എന്ത്? സാക്രിഫൈസിങ് റേഷ്യോ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? കൊണ്ടുവന്ന ഗുഡ്വില്ല് 40,000 ആണ്. ഈ 40,000 രൂപ പ്രീമിയത്തിന് നമ്മൾ ആർക്ക് വിരിച്ചു കൊടുക്കുന്നു? ഓൾഡ് പാർട്ട്നേഴ്സിന്. സോ ഓൾഡ് പാർട്ട്നേഴ്സിന് ഗുഡ്വില്ല് കൊടുക്കുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ടിലെ പൈസ കൂടും. മക്കളെ ശ്രദ്ധിച്ചോ? ക്യാപിറ്റൽ ബാലൻസ് കൂടിയാൽ ക്യാപിറ്റൽ ബാലൻസിന് എന്ത് ചെയ്തിരിക്കണം? ക്രെഡിറ്റ് ചെയ്തിരിക്കണം. സോ നമ്മൾ എന്ത് ചെയ്തു? എന്റെ അക്കൗണ്ടിനെയും ബിന്റെ അക്കൗണ്ടിനെയും ക്രെഡിറ്റ് ചെയ്തു. പറഞ്ഞ കാര്യം ക്ലിയർ? സിമ്പിൾ. എല്ലാവർക്കും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ ഇങ്ങനെയാണ് മക്കളെ എന്ത് ചെയ്യുക? എക്സാമിനേഷന് ഗുഡ്വില്ലിനെ ജനറേറ്റ് ചെയ്ത. മക്കളെ ശ്രദ്ധിച്ച് കേട്ടോ, 100% ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. 100% ഉറപ്പായും ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടിയിട്ടും കണ്ടന്റിന് വേണ്ടി മക്കളെ സൈലത്തിന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്.